സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി വിശ്വഗുരു നരേന്ദ്രമോദി ഇസ്രായേലിൽ 2 ദിവസത്തെ സന്ദർശനം കഴിഞ്ഞ് മിക്കവാറും ഇന്ന് മടങ്ങിയെത്തുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ശരി, ലോകം വെറുക്കുന്ന ഒരു രാജ്യത്തേക്കാണ് നരേന്ദ്രമോദി പോയത്. വംശഹത്യയുടെ പേരിൽ യൂറോപ്യൻ യൂണിയൻ പോലും വിലക്കേർപ്പെടുത്തിയ നെതന്യാഹുവിൻ്റെ മന്ത്രിസഭയിലെ ബാക്കിയുള്ള വംശവെറിയന്മാർക്കും അവരെ കാണാനും ആ പാർലമെന്റ് അഭിസംബോധന ചെയ്യാനും വേണ്ടിയാണ്. അതായത് അവിടെ സാധാരണ രാഷ്ട്ര നേതാക്കന്മാരും പോകാറില്ല. ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഇസ്രായേൽ സന്ദർശിച്ചിട്ടില്ല. അപ്പൊ ലോകം വെറുക്കുന്ന വംശവെറിയന്മാരുടെ വംശഹത്യ നടത്തുന്ന തെമ്മാടി കൂട്ടങ്ങളുടെ ഒരു രാജ്യത്താണ് നമ്മുടെ നരേന്ദ്രമോദി പോയത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാഷ്ട്രമെന്നുള്ള പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ മഹത്തായ ഇന്ത്യയെ ഒറ്റുകൊടുക്കാൻ വേണ്ടിയാണ് പോയിട്ടുള്ളത്. കാരണം നിഗൂഢമായ യാത്രകളാണ് നരേന്ദ്രമോദി എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദേശത്തേക്കുള്ള എല്ലാ വിദേശ യാത്രകളുടെയും പിന്നിൽ എന്തെങ്കിലും രഹസ്യമായ നിഗൂഢമായ എന്തെങ്കിലുമൊക്കെ അജണ്ടകൾ നരേന്ദ്രമോദിക്ക് ഉണ്ടാകും. അത് RSS സംഘപരിവാർ ശക്തികളുടേതാണോ, അതോ ഇനി വേറെ ഏതെങ്കിലും മുതലാളിമാരായ അദാനിയുടെയും അംബാനിയുടെയും താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണോ പോകുന്നത്, അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി പോവുകയാണോ എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല. എന്തായാലും ശരി, കാത്തിരുന്ന് കാണാം. എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ ചെയ്തികൾക്കും, എല്ലാ പ്രവൃത്തികൾക്കും നരേന്ദ്രമോദി ഒരു ദിവസം സമാധാനം പറഞ്ഞാലേക്കുള്ളൂ. അതായത് നാട്ടിൽ കുഴപ്പമുണ്ടാവുമ്പോൾ, നാട്ടിൽ വിപ്ലവം ഉണ്ടാവുമ്പോൾ, നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, നാട്ടിലെ സാമ്പത്തിക തകർച്ചയുണ്ടാകുമ്പോൾ, നാട്ടിലെ ചെറുപ്പക്കാരായ ആളുകൾക്ക് ജോലിയില്ലാതാകുമ്പോൾ, സാമ്പത്തികമായി നമ്മൾ കെട്ടിപ്പൊക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒന്നുമില്ലായ്മയാണ്. അതായത് പുറമേ പലതും ഉണ്ടെന്ന് നടിക്കുകയും സാമ്പത്തികമായി വളരെയധികം തകർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. നാട്ടിലെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് വളരെ രൂക്ഷമാണ്. അതൊന്നും ഇവിടെ ഇന്ത്യയിലായിരുന്നാലും ശരി, കേരളത്തിലായിരുന്നാലും ശരി, എവിടെയും ജനങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, ചാനലുകൾ ചർച്ച ചെയ്യുന്നില്ല. ചാനലുകളെല്ലാം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മോഡിയെ പുകഴ്ത്തുന്ന ജോലിയിൽ താല്പര്യം ഉള്ളവരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരാളിനെ പുകഴ്ത്തുന്നതിൻ്റെ കാരണം എന്താണ്? കാര്യം നാട്ടിൽ കുഴപ്പമുണ്ടാകുമ്പോൾ അവർ ഏതെങ്കിലും ഒരു പള്ളിയോ അല്ലെങ്കിൽ ഒരു ചർച്ചോ പിടിക്കും, അല്ലെങ്കിൽ കുറെ അച്ഛന്മാരെയോ കന്യാസ്ത്രീകളെ പിടിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മൗലവിമാരെയോ മുത്തവ്വമാരെയോ പിടിച്ച് അവർ ദേശദ്രോഹികളായി, അവരും അങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെല്ലാം പ്രതിവിധി എന്ന് പറയുന്ന ഒരു പ്രതിമ നമുക്ക് അവിടെ ഉണ്ടാക്കി വെക്കാം. ബീഹാറിൽ സീതാദേവിയുടെ ഒരു പ്രതിമ 2000 കോടിക്ക് ഉണ്ടാക്കി വെക്കാം. അല്ലെങ്കിൽ ഗുജറാത്തിൽ പട്ടേലിന്റെ ഒരു 4500 കോടി രൂപയുടെ ഒരെണ്ണം ഉണ്ടാക്കി വെക്കാം. ഇതല്ലാതെ ഇന്ത്യയിൽ എന്താണ് ചെയ്തത്? ഈ നരേന്ദ്രമോദിയും കൂട്ടരും സംഘപരിവാർ RSS ശക്തികൾ ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ തുടങ്ങിയത് 10-14 വർഷമായി. ഇവർ എന്താണ് ചെയ്തത് ഇന്ത്യക്ക് വേണ്ടി? ഇന്ത്യയുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്തു? ഇന്ത്യയിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തു? എന്തെങ്കിലും പുതിയ ഒരു പദ്ധതി തയ്യാറാക്കിയോ? അവിടെ ചെയ്തു, ഇവിടെ ചെയ്തു എന്നുമുണ്ട്. അവിടെ പോയി ഇവിടെ പോയി നമുക്ക് ഭയങ്കര ഒന്നുമില്ല. 91 രൂപയാണ് ഒരു ഡോളറിന്. അതായത് 90 പോയിന്റ് സംതിങ് ആണ് ഒരു ഡോളറിന് കിട്ടുന്ന ഇന്ത്യൻ രൂപ. നമ്മുടെ മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന കാലത്ത് 48-നും 50-നും രൂപയ്ക്കിടയ്ക്കായിരുന്നു ഒരു ഡോളറിന് ഇന്ത്യൻ രൂപയുടെ. അന്ന് എന്തെല്ലാം ഘോരഘോരം പ്രസംഗിച്ച ഒരു പ്രധാനമന്ത്രിയാണ്. ബംഗ്ലാദേശിന്റെ പൈസ നിൽക്കുന്നു, പാകിസ്ഥാന്റെ പൈസ ഉയർന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഇന്ത്യയുടെ പൈസ താഴുന്നു. എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? ഞാൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാക്കും, ഇങ്ങനെയാക്കും. ഇപ്പൊ കണ്ടില്ലേ, ഇന്ത്യയുടേത് 90 പോയിന്റ് സംതിങ്ങിലേക്ക് പോയി. അപ്പൊ ഇതൊക്കെ ആരുടെ കഴിവുകേടാണ്? ആരുടെ കഴിവുകേടാണ്? അത് മാത്രമല്ല, 50,000 കോടി രൂപയുടെ 50,000 കോടി രൂപയല്ല, 50,000 കോടി ഡോളറിന്റെ എഗ്രിമെന്റ്
കരാർ ഒപ്പിട്ടിട്ടാണ് വന്ന് അമേരിക്കയായിട്ട്. നമ്മളെ തൂക്കി വെക്കുകയാണ് ഇന്ത്യയെ. ഇന്ത്യയെ അവർ ഏതെല്ലാം രീതിയിൽ മുടിക്കാനൊക്കെ ആ രീതിയിലെല്ലാം ഈ സംഘപരിവാർ ശക്തികൾ മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദിക്ക് യാതൊരു വിവരമില്ലാത്ത മനുഷ്യൻ, യാതൊരു വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യനാണ്. റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ ചായ വെച്ചുകൊണ്ടിടുന്ന ഒരു ആളിനെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കിയാൽ ആ രാജ്യം എങ്ങനെ രക്ഷപ്പെടും? ആ രാജ്യത്തിന് എന്താണ് ഭാവന? എന്താണ് അവരുടെ സാമ്പത്തിക നില? എന്താണ് അവരുടെ ഉയർച്ച ഉണ്ടാകുന്ന ആ നാട്ടില്? ഒരു ഉയർച്ചയും ഉണ്ടാവില്ല. അവർ നടക്കുന്നു എന്ന് പറഞ്ഞാൽ നടത്തുന്നു എന്ന് പറയുന്നത് മനുഷ്യരോട് പറയാണ്, നിങ്ങൾ പിന്നെ കന്നുകാലികളുടെ ചാണകം തിന്നി, നിങ്ങൾ വെള്ളത്തിന് പകരം അതിന്റെ മൂത്രം കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ ഇരുണ്ട യുഗത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഇവിടെയുള്ള സാധാരണക്കാരനായ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം ഇതിനെപ്പറ്റി ചിന്തിക്കണം. സിഖുകാരുമെല്ലാം ചിന്തിക്കണം. നമ്മളെല്ലാം ലോകം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് വെക്കുന്നു, ടെക്നോളജിയിൽ നിന്ന് ടെക്നോളജിയിലേക്ക് പിന്നെ മുന്നോറിക്കൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ ചാണകം തന്നെ മൂത്രം കുടിച്ചും കഴിയണമെന്ന് പറയുന്ന ഈ പമ്പര വിട്ടികളായ ഈ തെമ്മാടിക്കൂട്ടങ്ങളായ RSS സംഘപരിവാർ ശക്തികളെ നിലയ്ക്ക് നിർത്താൻ ഇവിടെയുള്ള ജനങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ, ഗവൺമെന്റിനെതിരെ ജനങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ സമുദായത്തെ പിടിക്കും, ഹിന്ദുത്വം പിടിക്കും. ഹിന്ദുക്കൾ ഇവിടെ അപകടത്തിലാണ്, ഹിന്ദുക്കൾ ഇവിടെ ആപത്തിലാണ് എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം കൊണ്ട് ഇറങ്ങും. ഏതെങ്കിലും പ്രതിമ ഉണ്ടാക്കി വെക്കും, അവിടെ പ്രശ്നം തീരും. ജനങ്ങൾ ഇപ്പോഴും വടക്കേ ഇന്ത്യയിലുള്ള ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. 15 ലക്ഷം രൂപ വീതം എല്ലാ ഇന്ത്യക്കാരന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ തരും 6 മാസത്തിനോ എന്ന് പറഞ്ഞ് ഭരണത്തിൽ കയറിയ നരേന്ദ്രമോദി 1000 രൂപ പോലും ഓരോ ഇന്ത്യക്കാരന്റെയും അക്കൗണ്ടിലേക്ക് വിടാൻ സാധിച്ചിട്ടില്ല. നമ്മളത് മനസ്സിലാക്കണം. എത്രയെങ്കിലും നോട്ടുകൾ നിരോധിച്ച് പാവപ്പെട്ടവനെ കടക്കണയിലാക്കി പാവപ്പെട്ട എത്രയെങ്കിലും ആൾക്കാർ ആത്മഹത്യ ചെയ്തു. അതിന്റെ വക്കത്താണ് ഇനി ഇന്ത്യയിലെ കാർഷിക മേഖലയും കർഷകരും പോകാൻ പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. 50,000 കോടി ഡോളറിന്റെ എഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് നരേന്ദ്രമോദി അമേരിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയത്. അതായത് കാർഷിക വിഭവങ്ങളെല്ലാം അമേരിക്കയുടെ യാതൊരു താരിഫും ചുമത്താതെ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുകയും ഇന്ത്യയിൽ നിന്ന് കയറ്റി വിടുന്ന എല്ലാ സാധനങ്ങൾക്കും 18% തീരുവ നമ്മൾ അടയ്ക്കുകയും ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് ട്രംപ് പറയുന്നത് അതുപോലെ ഏറാമൂളി കേട്ട് നടക്കുന്ന ഇത്രയും കഴിവുകെട്ട വൃത്തികെട്ട ഒരു പ്രധാനമന്ത്രി ലോകത്തിന്റെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഭരിക്കുന്നുണ്ടോ എന്ന് നമ്മളെല്ലാം ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പതാ അവിടെ പോയിരിക്കുന്നു, ഇസ്രയേലിൽ പോയിരിക്കുന്നു. പോയതും ഇതുപോലെ തന്നെ എഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ചു. അയൺ ഡോമിന്റെ, അതായത് വിമാനവേധ അല്ലെങ്കിൽ മിസൈൽ വേധ സംവിധാനം അത് എല്ലാം വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. അതായത് ആർക്കെങ്കിലും വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് വാങ്ങിച്ചു വെച്ചു എന്നാൽ അത് പരാജയമായിരുന്നു എന്ന് ഇറാനും പിന്നെ ഇസ്രയേലും തമ്മിലുള്ള കുറച്ച് ദിവസത്തെ യുദ്ധത്തിനിടെ നമ്മൾ മനസ്സിലാക്കിയാണ്. ഇറാനിൽ നിന്ന് ഇത്ര കിലോമീറ്ററാണ്, 1800 2000 കിലോമീറ്റർ ദൂരപരിധിയിൽ ഇറാൻ അവിടെ പോയി മിസൈൽ ആക്രമണം നടത്തിയ ഈ അയൺ ഡോമൊക്കെ ഉറക്കത്തിലായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള കച്ചറ സാധനം വാങ്ങിക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി പോയിരിക്കുന്നത്. എന്തിനാണ്? ലോകം വെറുക്കപ്പെട്ട, ലോകത്തിലെ രാഷ്ട്രത്തലവന്മാർ പോലും സന്ദർശിക്കാത്ത ആ രാജ്യത്ത് നരേന്ദ്രമോദി പോയത് എന്തിനാണ്? എഫ്സ്റ്റീൻ ഫയലിന്റെ കണക്ക് നോക്കാനാണോ? എഫ്സ്റ്റീൻ ഫയലിനെ തകർക്കാൻ വേണ്ടിയാണോ? എഫ്സ്റ്റീൻ ഫയലിൽ നിന്ന് മോഡിയുടെ വീഡിയോകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ്. എന്താണെന്നും പറയാക്കില്ല. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. ജാതി മത വർണ്ണ വർഗ ചിന്തകൾക്ക് അതീതമായി നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ ഭാരതീയരാണ്. നമ്മുടെ രാജ്യം നിലനിൽക്കണം, നമ്മുടെ രാജ്യം ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോകണം. നമ്മളെ മക്കളും ചെറുകുട്ടികളുമെല്ലാം നല്ല നിലയിൽ, ഉയർന്ന നിലയിൽ പോകണം. അതിനു വേണ്ടിയാണ് നമ്മളെല്ലാം കഷ്ടപ്പെടുന്നത്, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള രാജ്യത്ത് ജീവിക്കുന്ന നമ്മളെ ഒറ്റുകൊടുക്കാനാണ് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം. ഈ RSSകാരും സംഘപരിവാറുകാരും അങ്ങനെയുള്ള ഈ ശക്തികൾ, ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയല്ല. അവർ ഒരു സമുദായത്തെ സ്നേഹിക്കുന്നില്ല. ഹിന്ദുത്വം അവർ പറയുന്നത് അധികാരത്തിന് വേണ്ടി മാത്രമാണ്. പാവപ്പെട്ട ഹിന്ദുവിന് വേണ്ടി എന്ത് ചെയ്തു ഇത്രയും നാളായിട്ട്? ഒന്നും ചെയ്തിട്ടില്ല. അവരുടേതായ ചില പ്രശ്നങ്ങളും അജണ്ടകളും അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ദളിതനായിരുന്നാലും ശരി, പാവപ്പെട്ട ഹിന്ദു ആയിരുന്നാലും ശരി, പാവപ്പെട്ട മുസ്ലിം ആയാലും ശരി, പാവപ്പെട്ട ക്രിസ്ത്യാനി ആയാലും സിഖുകാരനായിരുന്നാലും ശരി,
ഇവിടെ ഗതി പിടിക്കാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് നമ്മളെല്ലാം ആഹാരത്തിന് വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് അന്യ രാജ്യങ്ങളിൽ പോയി വിദേശത്ത് പോയി ജോലി ചെയ്യുന്നത്? നമ്മളെ ഗതിയില്ലാത്തത് കൊണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പകരം അവിടെയും ഇവിടെയും നടന്ന് ആയുധം വാങ്ങിക്കാനും അവരുടെയും ഇവരുടെയും സാധനങ്ങൾ തീരുവയില്ലാതെ ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്ന ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ യാതൊരു വിജ്ഞാനവുമില്ലാത്ത, യാതൊരു തലതിരിവുമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി പമ്പര വിഡ്ഢിയായ ഒരു രാഷ്ട്രീയ തലവനാണ്, ഒരു രാജ്യത്തിന്റെ തലവനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള, ജനങ്ങളോട് സംവദിക്കാൻ കഴിവുള്ള നല്ല ആളുകളെ വേണം നമ്മൾ രാഷ്ട്രീയ നേതാവാക്കാനും ഒരു രാഷ്ട്രത്തിന്റെ തലവനാക്കാനും ഉള്ളത്. അല്ലാതെ ഇങ്ങനെയുള്ള റെയിൽവേ പ്ലാറ്റ്ഫോമിലുള്ള യാതൊരു വിവരവും ബോധവും ഇല്ലാത്ത ചായയും വെച്ചു കിടന്ന ഒരാളിനെ പിടിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി എന്ന് പറഞ്ഞാൽ പലരുടെയും ഏറാം മൂളിയായിട്ട് കഴിഞ്ഞാണ്. അതായത് ഡൊണാൾഡ് ട്രംപാണ് ഇന്ത്യയുടെ വിദേശ നയം പ്രഖ്യാപിക്കുന്നത്, വിദേശകാര്യം പ്രഖ്യാപിക്കുന്നത്, ഇന്ത്യക്ക് ആരിൽ നിന്ന് എന്തെല്ലാം സാധനം വാങ്ങണമെന്ന് പ്രഖ്യാപിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ്. നമ്മുടെ രാജ്യം പോയ പോക്ക്. ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും എല്ലാം ഭരിച്ചിരുന്ന ഒരു രാജ്യമാണിത്. ആ രാജ്യത്താണ് മോഡി എന്ന് പറയുന്ന പമ്പര വിഡ്ഢി, അതായത് യാതൊരു ബുദ്ധിയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ കയറ്റി ആ കസേരയിലിരുത്തി നമ്മളെ കൊണ്ടുവന്ന് പണയം വെക്കുകയല്ലേ ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ നമ്മുടെ ഗതികേട്, ഒരു ഇന്ത്യക്കാരന്റെ ഗതികേട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കണം. അമേരിക്കയിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് ജോലി ഒരു വ്യക്തിയാണ് കമലാ ഹാരിസ്. എന്നിട്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം തോറ്റു, അത് പോട്ടെ. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും മത്സരിക്കാൻ അർഹതയുള്ള ഒരു വ്യക്തി ജീവിച്ച, അല്ലെങ്കിൽ വ്യക്തിയുടെ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. അതുപോലെ തന്നെയാണ് ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്ററായി ഒരു ഹിന്ദു സമുദായത്തിലുള്ള ഇന്ത്യൻ വംശജനൻ. അതാണ് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള മഹത്തായ പാരമ്പര്യമുള്ള ഇന്ത്യയിൽ യാതൊരു വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാത്ത ചാണകത്തിനെയും ആയിട്ടുള്ള ഒരു മനുഷ്യനെ എങ്ങനെയാണ് പ്രൈം മിനിസ്റ്റർ ആക്കിയത്? നമ്മളെല്ലാം ഓരോരുത്തരുടെ മുമ്പിൽ അടിയറവ് പറയേണ്ട കാര്യം എന്താ? നമ്മളെല്ലാം ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ എന്ന് പറയുന്ന ഉയർന്നു നിൽക്കേണ്ട ഒരു രാജ്യമാണ്. എല്ലാവരെയും നമ്മൾ പറയുന്നതിനനുസരിച്ച് കേൾപ്പിക്കേണ്ടതാണ്. കാരണം നമുക്ക് അങ്ങനെയുള്ള നയമായിരുന്നു, ചേരിചേരാ നയമായിരുന്നു. അതെല്ലാം കളഞ്ഞു കുളിച്ചിന്ന് പലരും ഡ്രംപും മറ്റവരും മറിച്ചവും പറഞ്ഞു കേട്ട് അവര് പറയുന്നതനുസരിച്ച് അവരുടെ ചൊൽപ്പിടിക്ക് നിൽക്കുന്ന ഒരു വെറും പാവയായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി. ഇതിനെതിരെ നമ്മൾ ശബ്ദിക്കണം, ഇതിനെതിരെ നമ്മൾ പടപൊരുതണം. നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ ഇംഗ്ലീഷുകാരിൽ നിന്ന് വാങ്ങിച്ചെടുത്തപ്പോൾ ആ സമയത്ത് ഇംഗ്ലീഷുകാരന്റെ ചെരുപ്പ് നക്കികളായിരുന്നു ഈ RSS സംഘപരിവാർ ശക്തികൾ. ഇപ്പോൾ അതേ ചെരുപ്പ് നക്കാൻ വേണ്ടി അമേരിക്ക, ഇപ്പൊ ഒരാളിന്റെ അല്ല രണ്ടുപേരുടെ, അമേരിക്കൻ പ്രസിഡന്റിന്റെ നെതന്യാഹുവിന്റെ ലോകം വെറുക്കപ്പെട്ട വംശവെറിയന്മാരായ വംശഹത്യ നടത്തുന്ന ലോകത്തിന്റെ ഒരു രാജ്യത്തും പോയി പ്രസംഗിക്കാനോ ഏതെങ്കിലും പരിപാടികളിൽ പങ്കെടുക്കാനോ കഴിയാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്ക് എത്തിയ ഇസ്രയേലിന്റെ നെതന്യാഹുവിന്റെയും ഡൊണാൾഡ് ട്രംപിന്റെയും ചെരുപ്പ് നക്കികളാകാനായിട്ടാണ് നമ്മളെ വിധിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നരേന്ദ്രമോദി പോയിരിക്കുന്നത്. അവര് പറയുന്നതനുസരിച്ച് അവർ കേൾക്കും. നമുക്ക് പ്രത്യേകമായ ഒരു വിദേശ നയമില്ല. പണ്ടെല്ലാം ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തൊക്കെ പ്രധാനമന്ത്രി, നമ്മളെ പ്രസിഡന്റ് പോകുന്നതൊക്കെ നേരത്തെ അതെല്ലാം അറേഞ്ച് ചെയ്ത് അതിന്റെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ ആദ്യമേ പറഞ്ഞു വിട്ട് അവിടെ കൂടിയാലോചനകളെടുത്ത് നമുക്ക്, അതായത് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഭാരതത്തിന് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാവും, ഈ രാജ്യത്തുള്ള കൊള്ളില്ലാത്ത ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാവും, അതെല്ലാം ചർച്ച ചെയ്ത് അതിനുശേഷമാണ് എഗ്രിമെന്റ് ഒപ്പിടാനും ഒക്കെ പോകുന്നത്. ഇന്ന് നരേന്ദ്രമോദി രാവിലെ പ്ലെയിൻ എടുക്കുക, പോട്ടെ എന്ന് പറയും, അമേരിക്കയിൽ പോട്ടെ, ശരി, അവിടെ പോയി അവിടെ എഗ്രിമെന്റ് ഒപ്പിട്ട്, ഇവിടെ പോയി ഇസ്രയേലിൽ പോയി അവിടെ ഏതെല്ലാം ഒപ്പിട്ട് വരും, നമ്മളെ പണയം വെച്ചിട്ട് വരുമോ നമുക്കറിയാമെങ്കിൽ. എന്നാലും ശരി, ഇതിനെതിരെ ഈ രാജ്യത്ത് പ്രതിപക്ഷങ്ങളെല്ലാം എന്താ ഉറക്കത്തിലാണോ? നിങ്ങളുടെ പരമാവധി, അതായത് നിങ്ങളുടെ സ്വന്തം താല്പര്യങ്ങളെല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് ഈ ഭരണത്തെ ഇറക്കാൻ, ഈ ഭരണത്തിലെ ഇവിടെ ഇന്ത്യയിൽ അവസാനിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാനൊക്കെ. പ്രതിപക്ഷം എന്തുകൊണ്ടാണ് നിങ്ങൾ ഉറങ്ങുന്നത്? ഇവിടെ ഒരു ഭാരത് ബന്ദ് നടത്തുകയോ അല്ലെങ്കിൽ പാർലമെന്റ് സ്തംഭിപ്പിക്കണം, പാർലമെന്റ് വളയണം, എല്ലാ ഇന്ത്യക്കാരും കൂടെ ചേർന്നിട്ട്. 1 കോടി ജനങ്ങൾ വിചാരിച്ചാൽ മതി. 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് നിന്ന് 1 കോടി ജനങ്ങൾ വിചാരിച്ച ആ പാർലമെന്റ് സ്തംഭിപ്പിക്കാൻ നോക്കൂലേ? ഈ രാജ്യത്തെ ഭരണത്തെ തൂത്തെറിയണം.
തൂത്തെറിഞ്ഞ് പുതിയൊരു ഭരണം വരണം. എല്ലാവരും കൂടെ സഹകരിച്ച്, പ്രതിപക്ഷങ്ങളെല്ലാം കൂടെ സഹകരിച്ച് ഒരു പ്രതിപക്ഷ നേതൃനിരയെ ഉണ്ടാക്കിയെടുത്ത് ഈ ഭരണത്തെ മാറ്റണമെന്നും ഈ ഭരണത്തെ യാതൊരു കാരണവശാലും നമ്മൾ അംഗീകരിക്കരുതെന്നാണ്, ഇതിനു വേണ്ടി പടപൊരുതണമെന്നാണ് എനിക്ക് ഇവിടുത്തെ എല്ലാ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളോടും പറയാനുള്ളത്. നമ്മുടെ ഇന്ത്യ, നമ്മുടെ ഭാരതം ഉയർന്നുയർന്നു പോകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ആ രാജ്യത്തിന് വേണ്ടി നമ്മൾ ജീവൻ ബലിയർപ്പിക്കണം. ഈ RSS സംഘപരിവാർ ശക്തികൾ വെറുതെ കപടമായ ദേശസ്നേഹം പറയുന്നവരാണ്. അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് കൊണ്ടുപോയി അടയറ് വയ്ക്കും. ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് 18% തീരുവ അടയ്ക്കുകയും അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഒരു താരിഫുമില്ലാതെ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെയുള്ള കർഷകന്റെ നട്ടലൊടിക്കുകയല്ലേ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തിയും വിവേകശക്തിയും ഈ RSSകാരന് ഇല്ലാതായപ്പോൾ എന്ത്? ഇതാണ് ആ രാജ്യസ്നേഹം എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇസ്രയേലിൽ പോയി എന്തെല്ലാം എഗ്രിമെന്റ് ആണ് ഒപ്പിട്ടിട്ട് വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാലും ശരി, ഇതിനെ അംഗീകരിക്കാൻ ഒക്കില്ല. ഇതിനെ ഇവിടെയുള്ള ജനങ്ങളെല്ലാം എതിർക്കണം. ഇതിനെതിരെ പടപൊരുതണം. അതിനെതിരെ എല്ലാവരും ശക്തിമായി അണിനിരക്കണമെന്നാണ് എനിക്ക് എല്ലാ ഇന്ത്യക്കാരോടും, എല്ലാ ഭാരതീയരോടും, എല്ലാ കേരളീയരോടും പറയാനുള്ളത്. ഇവർ വെറുക്കപ്പെട്ട വർഗത്തിന്റെ കൂട്ടത്തിൽ ഇവരെയും RSS സംഘപരിവാർ BJP ശക്തികളെ നമ്മൾ കൂട്ടണമെന്നും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണമെന്ന് യാതൊരു കാരണവശാലും ഇവർക്ക് വേണ്ടി നമ്മൾ ശബ്ദിക്കരുതെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.